നടുമുറി ശ്രീ അന്നപൂർണേശ്വരി ക്ഷേത്രം. ഇതാണ് എൻ്റെ കുടുംബക്ഷേത്രം. എൻ്റെ പല വീഡിയോസിലും കണ്ടിട്ട് നിങ്ങൾക്ക് പരിചയമുണ്ടാവും. ഇന്നലെ അച്ഛൻ പറഞ്ഞതാണ് അമ്പലത്തിൽ ഗണപതി ഹോമമുണ്ട്, 6 മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഞാനിന്ന് എഴുന്നേറ്റത് 7 മണിക്കാണ്. പിന്നെ 7 മണിക്ക് എഴുന്നേറ്റാലും 7:05 റെഡി ആവാനുള്ള ഒരു പ്രത്യേക കഴിവെനിക്കുള്ള കാരണം കൊണ്ട് പല സ്ഥലങ്ങളിലും അധികം നേരം വൈകാണ്ട് എത്താൻ പറ്റാറുണ്ട്. പിന്നെ ഇങ്ങനത്തെ പരിപാടിക്കൊക്കെ പോകുമ്പോഴാണ് കേട്ടോ നമ്മുടെ റിലേറ്റീവ്സിനൊക്കെ കൂടുതലായിട്ടും കാണാറ്. പിന്നെ ഇപ്രാവശ്യം ആൾക്കാർ ഭയങ്കര കുറവായിരുന്നു. അമ്പലത്തിൽ ഞാൻ ഇടയ്ക്കിടയ്ക്കൊക്കെ പോകാറുണ്ടെങ്കിലും പ്രാർത്ഥിക്കാറ് ഭയങ്കര കുറവാണ്. അതുകൊണ്ട് തന്നെ ഇപ്രാവശ്യം പോയപ്പോൾ കുറച്ച് നേരം ഞാൻ അമ്പലത്തിലിരുന്ന് നാമമൊക്കെ ചൊല്ലിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഹോമത്തിൻ്റെ അവസാനം നമുക്ക് ഇതുപോലത്തെ ഒരു കറുത്ത കുറി കിട്ടും, കരിങ്കുറി എന്ന് പറയും. ഇത് തൊടുമ്പോഴാണ് നമുക്ക് ആ പ്രത്യേക ഫീല് കിട്ടുക. പിന്നെ ഹോമത്തിൽ നിന്ന് വരണ ഈ പുകയുണ്ടല്ലോ, അതും ഒരു പ്രത്യേക ഫീൽ തന്നെയാണ്. അതെല്ലാം കഴിയുമ്പോൾ നമുക്ക് ഇതുപോലത്തെ 2 പ്രസാദവും കയ്യിൽ കിട്ടും. ഇതും കൂടി കിട്ടുമ്പോൾ ശുഭമാണ്. ഇപ്പം മനസ്സൊക്കെ നിറഞ്ഞില്ലേ ഏകദേശം. ഇനി നമുക്ക് വയറ് നിറയ്ക്കാം. ഇന്ന് ഗണപതി ഹോമം ആയതുകൊണ്ട് തന്നെ അമ്പലത്തിൽ ഇഡ്ഡലിയും സാമ്പാറും ചമ്മന്തി ഉണ്ടായിരുന്നു. ഞാനും എടുത്തു ഒരു 3 എണ്ണം. വേറൊരു കാര്യം കാണിച്ചു തരാം കേട്ടോ. എൻ്റെ ചെറുപ്പം നാളിൽ ഞാൻ കണ്ടിട്ടുള്ളൊരു സംഭവമാണ്. ഇതിന് ഞങ്ങളിവിടെ കണ്ണീർ തുള്ളിന്നോ മഴത്തുള്ളിന്നോ അങ്ങനെ എന്താണ് പറയുക. കണ്ടപ്പോൾ ഒരു പ്രത്യേക കൗതുകത്തിന് പോയി എടുത്തതാണെങ്കിലും പണ്ടത്തെ പോലെ കണ്ണിലൊന്നും എഴുതാനുള്ളൊരു ധൈര്യമില്ല. പിന്നെ ഞാനിത് നോക്കണ കണ്ടപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ആളുടെ മോന് കണ്ണിൽ എഴുതി കൊടുക്കുന്നുണ്ടായിരുന്നു. അവൻ ലൈഫിൽ ഫസ്റ്റ് ടൈമാണ് കേട്ടോ ഇതൊക്കെ കാണുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് അവന് പ്രത്യേക ഫീലൊന്നും ഉണ്ടായിരുന്നില്ല. കണ്ണിൽ തേച്ചിട്ട് എന്തോ പോലെയെന്നാണ് പറഞ്ഞത്.